ദാരിദ്ര്യം പോലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സാമൂഹ്യ പ്രശ്നം അതിനെ പല പല ഡെഫിനേഷൻ വെച്ച് പറയാൻ നോക്ക്. നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിലാണ് രാജ്യത്ത് എത്രത്തോളം ആളുകൾ പോവർട്ടി ലൈനിൻ്റെ താഴെ ഉണ്ടെന്നുള്ള പല പല ഡെഫിനേഷൻ ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഡെഫിനേഷൻ അനുസരിച്ച് ഈ ദാരിദ്ര്യത്തിൻ്റെ തോത് കൂടുകയോ കുറയുകയോ ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 1997 ശേഷം ഈ നമ്മുടെ നാട്ടിൽ എല്ലാ കുടുംബങ്ങളെയും ഇങ്ങനെ പല കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാറ്റഗറി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി, അന്ത്യോദയ അന്ന യോജന, യെല്ലോ കാർഡ്. This category is designed for the poorest of the poor, aiming to provide food security for the most vulnerable sections എന്നാണ് ഇതിൽ പറയുന്നത്. ഇവരെയാണ് ഈ ആക്ട് അനുസരിച്ച് ഏറ്റവും പൂറസ്റ്റ് ഓഫ് ദി പൂർ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് എത്ര പേരുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ എക്കണോമിക് സർവേയിൽ 5.92 ലക്ഷം റേഷൻ കാർഡ് ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവർക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ധാന്യങ്ങളെല്ലാം മിക്കതും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള വ്യക്തമായ ഒരു ഡെഫിനിഷൻ എന്താണ്? പൂറസ്റ്റ് ഓഫ് ദി പൂർ ഈ യെല്ലോ കാർഡ്, അല്ലെങ്കിൽ ഈ യെല്ലോ കാർഡുള്ളവരെയാണ് ഏറ്റവും പൂറായിട്ട് ആക്ട് വെച്ചിട്ടുള്ളത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 5.92 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ 4 പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ ഒരു ആവറേജ്, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കുടുംബത്തിൽ 4 പേര് ആവറേജ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ 23.68 ലക്ഷം ആളുകൾ ഈ കണക്കനുസരിച്ച് നമ്മൾ പൂറാണ്. ഇപ്പോൾ ഈ സർക്കാർ പറയുന്നത് എന്താണെന്നറിയാം, ഈ കണക്കുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നില്ല. ഞങ്ങൾ ഒരു പിന്നീട് 7400 പേരെ പ്രത്യേകം ഇതിൽ കണ്ടുപിടിച്ചു, അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്തു. ഒരു പക്ഷേ 64,000 അതെ കൊടുത്തു എന്നൊക്കെ പറയുന്നു. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. അതായത് വളരെ വളറബിൾ ആയിട്ടുള്ള, ഇതിനകത്ത് തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവരോ അങ്ങനെ അല്ലെങ്കിൽ വളരെ എക്സ്ട്രീമായിട്ടുള്ള ആളുകളോ ഉണ്ട്. അപ്പോൾ അവർ മാത്രമാണ് പൂറസ്റ്റ് ഓഫ് ദി പൂർ എന്ന് പറയുന്നതിലാണ് ഈ പ്രശ്നമുള്ളത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പൂറസ്റ്റ് ഓഫ് ദി പൂർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ യെല്ലോ കാർഡ് ഉള്ളവരെയാണ്. പക്ഷേ അതിനെയല്ല സർക്കാർ പറയുന്നത്. വേറൊരു കാറ്റഗറി ആണ് ഈ പൂറസ്റ്റ് ഓഫ് പൂറിന് 30 കിലോഗ്രാം പിന്നെ അരിയും 5 കിലോഗ്രാം ഗോതമ്പും പ്രതിമാസം സൗജന്യം നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും പൂറസ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തില്ല? ഇപ്പോൾ ഈ പൂറസ്റ്റ് പൂർ എന്നുള്ളത് നമ്മുടെ നിലനിൽക്കുന്ന ഈ ഡെഫിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി എന്ത് പറയുന്നില്ല? മറ്റൊരു പുതിയ മാനദണ്ഡ പ്രകാരമാണ് അവർ പറയുന്നു. ആ പടം ഇവിടെ ഇപ്പോൾ ദരിദ്രർ ഏതാണ്ട് 64,000 പേരെ മാത്രമേ ഉള്ളൂ, അവരാണ് പൂറസ്റ്റ് ഓഫ് ദി പൂർ. ആ ഡെഫിനേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മാത്രമല്ല, ഇതിന് പുറമെ നമ്മുടെ ഇപ്പോഴത്തെ റേഷൻ കാർഡ് അനുസരിച്ച് പ്രയോറിറ്റി റേഷൻ കാർഡ് പോവർട്ടി കാറ്റഗറിയിൽ 35.96 ലക്ഷം വേറെയും ഹൗസ് ഹോൾഡ് പൂറായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ വലിയ തോതിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു, എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തം ഉള്ളതിൽ ഏതാണ്ട് 44% BPL ഹൗസ് ഹോൾഡ്സ് ആണ്. നമ്മൾ ഈ കൊടുത്തോണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, ഈ BPL ഹൗസ് ഹോൾഡ്സിന് കൊടുത്തോണ്ടിരിക്കുന്ന ഈ 44% കുടുംബങ്ങളും കേരളത്തിൽ ദരിദ്രരായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണ് അതിദാരിദ്ര്യവും ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞാൽ അത് ബസ്സുകൾക്ക് നിരക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങയുടെ ചോദ്യം. ശരി.